ദിവ്യ ദിവാകരൻ, സജി നന്ദിയായിട്ട് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് സജി നന്ദിയായിട്ട് പറയുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്ന വിഷയം, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന വിഷയം, നമ്മൾ ഒരല്പം മുമ്പ് കണ്ടത് പാലക്കാട് നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണ്. ഈ ട്രെൻഡ് തുടങ്ങി വെച്ചത്, ഇങ്ങനെ ഒരു ട്രെൻഡ് തുടങ്ങി വെക്കാൻ, അതായത് ഇതിനു മുമ്പും പീഡന കേസുകളൊക്കെ വന്നിട്ടുണ്ട്, പ്രതികൾക്ക് ഇതുപോലെ ഇറങ്ങി നടന്നാൽ കയ്യടി കിട്ടും, ഞങ്ങൾക്ക് ആളിക്കത്തിക്കാം, സൈബർ സമൂഹത്തിൽ ആളിക്കത്തിക്കാം, എല്ലാ അതിജീവിതകളും പേടിച്ച് പിന്മാറും, അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മിയെ പോലെ പിന്തുണയ്ക്കുന്നവരെ ചവിട്ടി പുറത്താക്കാനുള്ള ധൈര്യം കിട്ടും എന്നൊക്കെ പറയുന്ന ഒരു ട്രെൻഡ് തുടങ്ങിക്കൊടുത്തത് നടി ആക്രമിച്ച കേസിലെ ഈ വിഷയമാണ്. അതാണ് ഇപ്പോൾ ഒരു സിനിമയിലെ ഡയലോഗ് വരെ ആഘോഷിക്കുമ്പോൾ സിനിമയല്ലേ എന്ന് ശ്രീ സജി നന്ദിയായിട്ട് ചോദിക്കുന്നു. എവിടേക്കാണ് ഇത് പോകുന്നത്? ഇനി ഒരു പരാതിയുമായിട്ട് ആൾക്കാരെങ്ങനെയാണ് വരിക? ദിവ്യ, ആ പോസ്റ്റ്, മോഹൻലാൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്തപ്പോൾ ദിവ്യ തന്നെ അവിടെ പോയി കമന്റ് ഇട്ടിട്ടുണ്ട്. പ്രേക്ഷകർ ഈ സജി നന്ദിയായിട്ട് പറയുന്നത് പോലെ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പ്രേക്ഷകരുടെ പ്രതികരണം വേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ 8 പടം വന്നിട്ടുണ്ടെങ്കിൽ 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. പ്രേക്ഷകരുടെ കോടതിയിൽ ഏത് തരത്തിലാണ് വിധി വരുന്നത് എന്ന് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നി, ഞാൻ ഇതിൽ കുറെയൊക്കെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഇപ്പൊ നമ്മള് ദിലീപിന്റെ പ്രകടനം കണ്ടു. ഈ കീഴ്ക്കോടതിയുടെ വിധി വന്നതിന് ശേഷമുള്ള അയാളുടെ ഒരു ബോഡി ലാംഗ്വേജും അയാളുടെ സംസാരവും, ഈ ലോകം കീഴടക്കിയ പോലത്തെ ഒരു അഹങ്കാരവും, ആ കിട്ടിയ അവസരത്തിൽ തന്നെ മഞ്ജുവിന്റെ തലക്കടിക്കാൻ ഉപയോഗിച്ച വാക്കുകളും ഒക്കെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വന്നിട്ട് ഒരു പെർഫോമൻസ് ആണ് അവിടെ. ഇത്രയും നാൾ ഒളിച്ച് പേടിച്ച് മുങ്ങി നടന്നവരാണ്, എന്നിട്ട് ഇന്ന് വന്നിട്ട് ഭയങ്കര മീഡിയയുടെ മുന്നിൽ ഒരു ഷൈൻ ചെയ്യലാണ്. പക്ഷെ ഇതൊക്കെ സത്യത്തിൽ ഇവരുടെ ഉള്ളിലുള്ള ഭീരുത്വം, ഇവരുടെ ഉള്ളിലുള്ള കള്ളത്തരം ഒക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓവർ പെർഫോമൻസ് മാത്രമാണ്. അല്ലാതെ ആക്ച്വലി ഇവര് ജനങ്ങളുടെ ഉള്ളിൽ ഒരു സ്ഥാനമുണ്ടെന്ന് ഇവർക്ക് സ്വയം തോന്നിയത് കൊണ്ടൊന്നും അല്ല. അപ്പൊ നമ്മൾ കണ്ടു ദിലീപ് ഇപ്പൊ ഇത്രയും വർഷമായിട്ടുള്ള ദിലീപിന്റെ ഒരു അമിത ആത്മവിശ്വാസം കാണിക്കലും അതിന്റെ പീക്ക് ലെവലാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. പക്ഷെ സത്യം അതല്ല എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തിട്ട് വെറുതെ ഓരോ പോസ്റ്റിനിടയിലെ കമന്റുകളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ അപർണ പറഞ്ഞു മോഹൻലാല് ഷെയർ ചെയ്തിട്ടുണ്ട് ബബ്ബ സിനിമയുടെ ട്രെയിലർ, മോഹൻലാലും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ അടിയിലുള്ള കമന്റുകളൊന്ന് വായിച്ചു നോക്കൂ. എത്രത്തോളം ചീത്ത വിളിച്ചുകൊണ്ടാണ് ആളുകൾ, സാധാരണ മനുഷ്യർ കമന്റ് ചെയ്തിരിക്കുന്നത്. ദിലീപിന് മാത്രമല്ല, പേട്ടന് മാത്രമല്ല, ഏട്ടനും നല്ല ചീത്ത കേട്ടിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് മോഹൻലാലിനോട് റെസ്പെക്ട് ഉണ്ടായിരുന്നു, അത് ഇതോടുകൂടി പോയി. ഇത് തുടരാനാണ് പരിപാടി എങ്കിൽ ദിലീപിനെ മാത്രമല്ല മോഹൻലാലിനെ ഞങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടിട്ടില്ല മിസ്റ്റർ സജി. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടാൻ പാടില്ല. സജീവമായിട്ട് സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടണ്ട. മറുപടി പറയാം. നിങ്ങളായിട്ടില്ല കേട്ടോ. പൊതുജനങ്ങളുടെ വികാരം എന്താ നിങ്ങൾക്ക് ആ കമന്റ് ബോക്സ് വായിച്ചു നോക്കിയാൽ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരാ കേട്ടോ. പഠിച്ചുപോയി. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മറുപടി പറയാം. ജനങ്ങളുടെ വികാരം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ മോഹൻലാൽ ഷെയർ ചെയ്ത ട്രെയിലറിന്റെ അടിയിൽ പോയിട്ട് ആ കമന്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്കും. ഇതൊരു ഉദാഹരണം. മൈക്കൊന്ന് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോവാണ്, എനിക്ക് വയ്യത് സംസാരിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ എന്താ? സജി നന്ദിയായിട്ട് ദിവ്യ പറയട്ടെ, ഇല്ല 30K ആണ് ലൈക്ക് വന്നിരിക്കുന്നത്. 30K 21 മണിക്ക് ഒരു ദിവസമായിട്ടില്ല. ഞാൻ ഏകദേശം പറയാം, 30K ലൈക്കാണ്. അതിലൊരു 3500 കമന്റിനകത്തും കാണില്ല എന്ന്. മോഹൻലാലിനെ പോലെ ഈ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ, അദ്ദേഹത്തിന്റെ അഡ്വർടൈസ്മെന്റ് പോലും ആ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു കാലത്താണ്. ലാലേട്ടാ മാപ്പ്, ഞങ്ങൾ ഈ സിനിമ കാണില്ല എന്നാണ്. സജി നന്ദിയായിട്ട് ശ്രീ താങ്കൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. മോഹൻലാലിന് സിനിമയുടെ താഴെ പറയാം. താങ്കൾ ഈ പറയുന്ന സ്നേഹവും ബോധ്യവുമാണ് ജനങ്ങൾക്കെങ്കിൽ ഇതല്ലല്ലോ വരേണ്ട കമന്റ്. ആ കുട്ടി പറഞ്ഞപ്പോ ഞാൻ ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഞാൻ ഇടപെട്ടത് ആ മോഹൻലാലിനെ താറടിച്ചോ കാണിക്കേണ്ട കാര്യമില്ല. കാരണം പ്രേക്ഷകരെ ലക്ഷങ്ങൾ തീരുമാനിക്കുമ്പോൾ ഈ പടം ഇറങ്ങുമ്പോൾ കണ്ടോണം, നിങ്ങളിവിടെ കാണണം കേട്ടോ. ഇനി പറഞ്ഞ കുട്ടി ക്ഷമിക്കുക എന്നെ ഇടപെട്ടതിന്. പടം ഇതുപോലെ ഒരുപാട് പടങ്ങൾ ദിലീപിന്റെ 8 വർഷം ഇറങ്ങി. ഇതൊക്കെ ഭയങ്കര വീരവാദം അടിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമകളൊക്കെ പുറത്തിറക്കിയത്. എന്നിട്ട് എന്തുണ്ടായി? 8 നിലയിൽ പൊട്ടി. അതേ അനുഭവം തന്നെയായിരിക്കും. ഇതെന്താ ബോംബ്, എന്തൊക്കെയോ ക്യാരക്ടർ, ബോംബും തോക്കെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളിലാണ് ക്യാരക്ടേഴ്സിന്റെ പേര് തന്നെ. അതേപോലെ തന്നെയായിരിക്കും. 8 നിലയിൽ പൊട്ടും, ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടും, ഒരു സംശയവും. കാരണം ഇതുവരെയെങ്കിലും ദിലീപിനോടൊരു മൃദു സമീപനം ഉണ്ടായിരുന്ന മനുഷ്യര് പോലും അതിരൂക്ഷമായിട്ടാണ് ഇപ്പം
പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും, ഞാൻ ഇതിൽ ശ്രദ്ധിച്ചു, പലരും സൈലന്റ് ആയിട്ടിരുന്ന ആൾക്കാർ വരെ ഇപ്പൊ കമന്റ് ബോക്സിൽ പോസ്റ്റ് തന്നെ ഇടുന്നുണ്ട്. ദിലീപിനെ നമുക്ക് ഇന്ന് മുതൽ ബഹിഷ്കരിക്കണം, ദിലീപിന്റെ സിനിമകൾ കാണേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു കൂട്ടായ്മയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി വരുന്നുണ്ട്. അത് നമുക്ക് ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് കാണാം. ഇത് വിജയിക്കോ പൊട്ടോ എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് കാണാം. അപ്പൊ മോഹൻലാല് തുടക്കത്തിലൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് ഒരു കുറേയൊക്കെ ഒരു നിഷ്പക്ഷമായ സമീപനം, അങ്ങനെ എന്താണ് പച്ചയ്ക്ക് പ്രതിയുടെ സൈഡ് പിടിക്കാത്ത ഒരു സമീപനമൊക്കെ മോഹൻലാൽ ആദ്യമൊക്കെ സ്വീകരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. മഞ്ജു വാര്യർ സപ്പോർട്ട് ചെയ്യുന്നു, മഞ്ജു വാര്യർ കൂടെ സിനിമയിൽ അഭിനയിക്കുന്നു. പക്ഷെ പിന്നെ വന്നപ്പം എനിക്ക് തോന്നുന്നു ഈ എന്താണ് വിധി വരാൻ പോകുന്നതെന്ന് ഇവരൊക്കെ മുൻകൂട്ടി അറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. മോഹൻലാലിന്റെ മകളുടെ സിനിമ, അതിന്റെ പൂജാ സമയത്ത് ദിലീപ് അവിടെ മുഖ്യ അതിഥിയാണ്. ദിലീപിന്റെ കൂടെ ഇദ്ദേഹം സിനിമ ചെയ്യുന്നു, ബബബായില് ഒരു റോള് ചെയ്യുന്നു. ഇതേപോലെ പരസ്യമായിട്ട് ദിലീപിനെ പ്രൊമോട്ട് ചെയ്യാൻ മുന്നോട്ട് വരുന്നു. അപ്പം ഇതൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഇവരാരാണോ വിജയിക്കാൻ സാധ്യതയുള്ളത് എന്ന് നോക്കിയിട്ട് അവരുടെ പക്ഷം പിടിക്കുകയാണ്. തുടക്കത്തിൽ ദിലീപിനെതിരെ ശക്തമായ ഒരു പൊതുജന വികാരം ഉണ്ടായിരുന്നു. ദിലീപ് പ്രതിയാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നു. അപ്പൊ ആ സമയത്ത് മഞ്ജു വാര്യരുടെ സൈഡ് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ സമീപനം പിടിക്കുന്നതാണ് നല്ലതെന്ന് അന്ന് മോഹൻലാലിന് തോന്നി. ഇപ്പൊ മോഹൻലാൽ കളം മാറ്റി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോ അമ്മ എന്നുള്ള ഒരു സംഘടനയായിട്ട് മാത്രം എടുക്കാതെ ഇൻഡിവിജ്വലി ഇവരെ ഓരോരുത്തരെ എടുത്തു കഴിഞ്ഞാൽ പോലും ഇവരുടെ ഒക്കെ ഇരട്ടത്താപ്പും വളരെ പ്രകടമായിട്ട് മുന്നോട്ട് വരും. മമ്മൂട്ടി നോക്കും, മമ്മൂട്ടി ഏത് പരിപാടിക്ക് കണ്ടാലും പരസ്യമായിട്ട് തന്നെ ദിലീപിനെ ആശ്ലേഷിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, വർത്താനം പറയുന്നു. ഞാനിപ്പോ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുന്ന ഈ അതിജീവിതം ഇത് കാണുമല്ലോ, അപ്പൊ അവരുടെ മനസ്സിലുള്ള വികാരം എന്തായിരിക്കും, അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു വേദന എന്തായിരിക്കും? മിനിമം അതെങ്കിലും ഈ സൂപ്പർ സ്റ്റാറുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ നടന്മാർക്ക് അതെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് പഴയ തലമുറയിലെ മോഹൻലാലും മമ്മൂട്ടി മാത്രമല്ല കേട്ടോ. ഇന്നാള് ഒരു പരിപാടിക്ക് ഇതേപോലെ ഈ വിധിയൊക്കെ വരുന്നതിന് കുറെ മുൻപ് തന്നെ ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, ദിലീപ്, ഇവരെല്ലാരും ഇരിക്കുന്ന ഒരു പരിപാടിയിൽ ഒരാൾ വരുമ്പം ഒരു മര്യാദയുടെ പേരിൽ എല്ലാവരും ഒരു പങ്കെടുക്കേണ്ടി വന്ന ഒരു പരിപാടി എന്നുള്ള രീതിയിൽ ഷെയ്ക്കാൻ കൊടുത്താൽ മതി. പക്ഷെ ദിലീപ് വന്നപ്പോഴത്തേക്ക് ഇവരങ്ങട് നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ്, ബേസില് ടൊവിനോയും ഒക്കെ. അത് വളരെ രൂക്ഷമായി മറിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പലരും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവരിൽ നിന്നും ഇങ്ങനെയല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞിട്ട്. അപ്പൊ ഇതില് പഴയത് പുതിയതെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. കുറച്ചെങ്കിലൊക്കെ ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുത്തതും ഈ ദിലീപിനോട് വലിയൊരു ആഭിമുഖ്യം കാണിക്കാതെ മാറി നിൽക്കുന്നതും എന്തൊക്കെ പറഞ്ഞാലും പൃഥ്വിരാജ് മാത്രമാണ് നടന്മാരുടെ ഇടയിൽ. ബാക്കി എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇയാളെ പേടിച്ചും ഭയപ്പെട്ടും, ഈ പറഞ്ഞ ആളെ സിനിമയുടെ പേര് പോലെ തന്നെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെയാണ് എപ്പോഴും കഴിഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അമ്മയിലെ സ്ത്രീ നേതൃത്വം ഉണ്ടായ സാഹചര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹേമ കമ്മിറ്റിയിൽ നിന്ന് റിപ്പോർട്ടിന്റെ ആ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖിന് രാജിവെച്ച് ഇട്ടെറിഞ്ഞ് ഓടേണ്ട അവസ്ഥ വന്നു. കാരണം അയാൾ ചെയ്ത ബ്രൂട്ടൽ റേപ്പ് പുറത്തു വരികയാണ്. അങ്ങനെ ആകപ്പാടെ നാണോ മാനോ കെട്ട് സംഘടന കൂട്ടരാജിവെച്ചു എല്ലാവരും മുങ്ങണ്ടി വന്ന ഒരവസ്ഥ. പിന്നെ അത് പൊന്തണമെങ്കിൽ അതിനൊരു വേറൊരു മുഖം മൂടി ആവശ്യമായിരുന്നു. അതിനാണ് ഈ പറഞ്ഞ ശ്വേതാ മേനോനെ മറ്റു സ്ത്രീകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ത്രീ നേതൃത്വം ഒക്കെ വെച്ച് അത് പയ്യെ ഇങ്ങനെ പൊങ്ങി ഉയർന്നു വന്നു. പക്ഷെ നമുക്കിപ്പോ മനസ്സിലാവുന്നു, ഈ കോടതി വിധി വന്നതോടുകൂടിയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും എന്താ പറയാ, അർജുനൻ മറ്റയാളെ മുന്നിൽ നിർത്തിയിട്ട് അമ്പെയ്തു എന്ന് പറയുന്ന മാതിരി ഇവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിന്റെ പുറകിൽ കളിക്കുന്നത് ഈ പുരുഷ നേതൃത്വം തന്നെയാണ്. അതാണ് താര സംഘടനയുടെ നിലപാട് എന്തുകൊണ്ട് വ്യക്തമാകുന്നില്ല എന്ന് ഞാൻ തിരികെത്താം. ശ്രീ ജോസ്